ഇപ്പോൾ സോളാറിനെ കുറിച്ച് കുറേ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോളാർ വെക്കണം ലാഭമാണോ നഷ്ടമാണോ, എസ്പെഷ്യലി ഇപ്പോൾ KCBൻ്റെ നിയമത്തിൽ ഇനി മാറ്റം വരാനുള്ളതുകൊണ്ട് നെറ്റ് മീറ്ററിങ് മാറിയിട്ട് നെറ്റ് ബില്ലിങ് അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിങ് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കുറേ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിനെതിരെ സമരങ്ങൾ നടക്കുന്നുണ്ട്. KCB എന്താ പറയുക, ജനങ്ങളെ ഊറ്റാനുള്ള പരിപാടിയാണ്, അങ്ങനെയൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ സിറ്റുവേഷൻ ഒരു എല്ലാ ആംഗിളിൽ നിന്നും മൾട്ടിപ്പിൾ POVയിൽ നോക്കാം. ഇപ്പോൾ സോളാർ കൺസ്യൂമറിന് എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ നമ്മളിപ്പോൾ 100 യൂണിറ്റ് ഒരു മാസം ഇപ്പോൾ ഒരു 100 യൂണിറ്റ് പ്രൊഡക്ഷൻ ചെയ്താൽ, അതേപോലെ നമ്മൾ 100 യൂണിറ്റ് തന്നെ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിൽ നമുക്ക് ബില്ല് അടക്കേണ്ട സാഹചര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ കൊടുത്ത ബിൽ എത്രയാണോ ഇമ്പോർട്ട് ചെയ്തതും എത്രയാണോ എക്സ്പോർട്ട് ചെയ്തതും, സോളാർ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്തത് എത്രയാണോ കൺസ്യൂം ചെയ്തത് 2 യൂണിറ്റിനും ഒരേപോലെയാണ് കാണുന്നത്. അപ്പോൾ എന്തായി, ഒരുപാട് ആൾക്കാർ സോളാർ വെക്കാൻ തുടങ്ങി. എസ്പെഷ്യലി നല്ല കൺസംഷനുള്ള ആൾക്കാർക്ക് മന്ത്ലി ഇപ്പോൾ ഒരു 300 മുകളിൽ കൺസംഷൻ ആൾക്കാർക്ക് ബില്ല് ഭയങ്കര ഹൈ ആയിരുന്നു. സാധാരണ എല്ലാ ബിസിനസ്സിലും ഒരുപാട് വാങ്ങുന്ന ആൾക്കാർക്ക് ഓഫറാണ് കൊടുക്കല്. പക്ഷേ ഇലക്ട്രിസിറ്റിൻ്റെ കേസിൽ നമ്മൾ ഒരുപാട് വാങ്ങുമ്പോൾ, ഒരുപാട് കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മളെ സ്ലാബ് മാറും. ആൻഡ് യൂണിറ്റിന് 10 രൂപയോളം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അതേ കാരണം തന്നെ കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവുള്ളൂ, 3 രൂപ 4 രൂപ ആ റേഞ്ചിലൊക്കെ പ്രൈസ് ഉണ്ടാവുള്ളൂ, ചാർട്ട് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ നല്ല കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യും, വേഗം ഇതിൽ നിന്ന് മാറും. ലൈക്ക് അവർക്ക് ഇൻസെൻറ്റീവ് ഉണ്ട് സോളാർ വെക്കാൻ. കാരണം അവർക്ക് പെട്ടെന്ന് റിട്ടേൺ കിട്ടും, കാരണം യൂണിറ്റിൽ നല്ല പൈസ പോകുന്നുണ്ട്. അപ്പോൾ നല്ല പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൺസ്യൂമേഴ്സ് സോളാർക്ക് മാറി തുടങ്ങി. ആൻഡ് സോളാർക്ക് മാറിയപ്പോൾ എന്തായി, നമ്മൾ കൺസംഷൻ വീണ്ടും കൂടി. പിന്നെ നമ്മൾ കറണ്ട് ബില്ലിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ വീടൊക്കെ സെൻട്രലൈസ്ഡ് AC ചെയ്യാൻ തുടങ്ങി. അതേപോലെ EVs അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര കൺസംഷൻ കൂടാൻ തുടങ്ങി. ഈ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിലുള്ള ടോട്ടൽ ഇലക്ട്രിസിറ്റി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാം. ഇപ്പോൾ കറണ്ടിൻ്റെ ലൈന്, എന്താ പറയുക, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം, പവർ പ്ലാന്റ്സ്, ഇതെല്ലാം കൂടി ഓവറോൾ എല്ലാ സിസ്റ്റം കൂടിയും കൂടിയതാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഗ്രിഡാണ് ഏറ്റവും വലിയ മെഷീൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഗ്രിഡിനാണ് ഏറ്റവും വലിയ മെഷീൻ എന്നൊക്കെ വിശേഷിപ്പിക്കൽ. അപ്പോൾ ഈ ഗ്രിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. എന്താ പറയുക, ഇപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും പവർ പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇതിനൊക്കെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബില്ല് കൊടുക്കുന്നതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യണത്, ഇതിൻ്റെ ചിലവ് നടന്നുകൊണ്ട്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ നല്ല ബില്ല് വരുന്ന ആൾക്കാർ, അഥവാ കറണ്ടിന് നല്ല പ്രീമിയം പൈസ കൊടുക്കുന്ന ആൾക്കാർ, അഥവാ KCBക്ക് നല്ല പൈസ ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഒരു പെട്ടെന്ന് ഗ്രിഡ് വിട്ടു പോകും. മീൻസ് പെട്ടെന്ന് സോളാർ വെച്ചിട്ട് ബില്ലടക്കാത്ത സിറ്റുവേഷൻ വരാൻ തുടങ്ങും. ആൻഡ് ബില്ലടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഗ്രിഡിൽ പിന്നെയും സസ്റ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ, സോളാർ ഇല്ലാത്ത ആൾക്കാർക്ക് ഓരോ മേലാവും എന്ത് ചെയ്യുക, ഇവഞ്ച്വലി ഈ എക്സ്പെൻസ് വരിക. ഇപ്പോൾ പുതിയ എന്താ പറയുക, നെറ്റ് മീറ്ററിങ് മാറിയിട്ട് നെറ്റ് ബില്ലിങ് അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിങ് വരുമ്പോൾ സോളാറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നതിനും പ്രൈസ് മാറ്റം ഉണ്ടാവും. ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ഓഫ് അവർ കൺസംഷൻ. ഇപ്പോൾ നട്ടുച്ചയൊക്കെ എന്താ പറയുക, സോളാറിൻ്റെ പ്രൊഡക്ഷൻ ഒരുപാടുള്ള സമയത്ത് പൊതുവെ ഗ്രിഡിൽ ഇലക്ട്രിസിറ്റിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. അതേപോലെ രാത്രിയൊക്കെ പീക്ക് സമയത്തൊക്കെ ഇലക്ട്രിസിറ്റിൻ്റെ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് KCB എന്തെങ്കിലും പുതിയ പ്രൈസിങ് ഒക്കെ വരും. പല സമയത്തും പല പ്രൈസ് പോലെ എന്തെങ്കിലും വരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കറണ്ടിനും അതേപോലെ നമ്മൾ വാങ്ങുന്ന കറണ്ടിനും ഒരേപോലെ ആവില്ല. അപ്പോൾ ഇപ്പോൾ റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം ഒരു 4-5 വർഷത്തിനുള്ളിലുള്ളത് അതിലധികം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് അത്ര ഒരു അട്രാക്റ്റീവായിട്ടുള്ള സംഭവമില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ സോളാർ ഇൻസ്റ്റാളേഷനും എന്താ പറയുക, ഇത് നല്ലതല്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റാളേഷനൊക്കെ കുറയും. ഇപ്പോൾ തന്നെ ഏകദേശം കേരളത്തിൽ 1000-ഓളം സോളാർ ഇൻസ്റ്റാളേഴ്സ് ഉണ്ട്. ഈ നെറ്റ് ബില്ലിങ് വരുമ്പോൾ നമ്പർ ഓഫ് ഇൻസ്റ്റാളേഷൻ കുറയും ആൻഡ് ഓരോ ബിസിനസ്സിനെ ബാധിക്കും. പിന്നെ KCB ഇങ്ങനെ കൊണ്ടുവരാനുള്ളൊരു കാരണം നേരത്തെ പറഞ്ഞ തന്നെ, ഇപ്പോൾ നട്ടുച്ചൻ്റെ സമയത്തിൽ മീൻസ് സോളാർ അവേഴ്സിൽ ഇലക്ട്രിസിറ്റി ഒരുപാട് അബണ്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നാഷണൽ ഗ്രിഡിൽ അല്ലെങ്കിൽ എനർജി എക്സ്ചേഞ്ചിലൊക്കെ പ്രൈസ് നോക്കുകയാണെങ്കിൽ സോളാർ ഹവേഴ്സിൽ പ്രൈസ് എന്താ പറയുക, യൂണിറ്റിന് 10 പൈസ വരെ കുറയലുണ്ട്. അതേപോലെ പീക്ക് ടൈമിൽ 10 രൂപ അങ്ങനെയാണ് പ്രൈസ് ഉണ്ടാവുക. അപ്പോൾ ഈ 10 പൈസ മുതൽ 10 രൂപ വരെയുള്ള ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ സോളാറിൻ്റെ അവറിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനും അതേപോലെ മറ്റേ 10 രൂപേൻ്റെ സമയത്ത് വാങ്ങുന്നതിനും ഒരേ പ്രൈസിൽ തരുമ്പോൾ അത് KCBക്ക് നഷ്ടം ഉണ്ടാക്കുന്നുണ്ടാവും. പണ്ട് ഇത് തുടങ്ങിയ സമയത്ത് ഇത്ര എന്താ പറയുക, സോളാർ ഗ്രിഡിലില്ല, അതേപോലെ ഇത്ര ചീപ്പല്ല. ഇതിങ്ങനെയാണ് എന്താ പറയുക, എങ്ങനെയാണ് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കമുള്ള സമയത്ത് വെള്ളം വിറ്റിട്ട് വേനൽക്കാലമുള്ള സമയത്ത് വെള്ളം തിരിച്ചു വാങ്ങുന്ന പോലെ നമ്മളിപ്പോൾ ഇത്ര കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈക്ക് ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. അതിനെ സോൾവ് ചെയ്യാൻ എന്താ പറയുക, സ്റ്റോറേജ് സിസ്റ്റംസ് വരിക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ എക്കണോമിക് പ്രശ്നമുണ്ട്.
പിന്നെ KCB പറഞ്ഞത് ഗ്രിഡ് ബാലൻസിൻ്റെ ഇഷ്യൂ ഉണ്ട് എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ വോളിയം വെച്ചിട്ട് എന്താ പറയുക, ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 2 GW താഴെയാണ് ടോട്ടൽ ഇൻസ്റ്റാൾഡ് സോളാർ കപ്പാസിറ്റി. സോ അതെന്ന് പറഞ്ഞാൽ KCBക്ക് മാനേജ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഇപ്പോൾ വേറെ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വലിയ സംഖ്യയിൽ സോളാർ ഇൻസ്റ്റാൾഡ് ആണ്. ലൈക്ക് സോളാറും അതേപോലെ VRE എന്നാണ് പറയുക, വേരിയിങ് റിന്യൂവബിൾ എനർജി. ലൈക്ക് സോളാർ, വിൻഡ് പോലത്തെ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പ്രയാസമുള്ള പല സമയത്തും പല പ്രൊഡക്ഷൻ ഉണ്ടാവണേ. അതാണ് ഗ്രിഡിൽ പ്രയാസമുള്ളത്, ബാലൻസ് ചെയ്യാൻ സ്റ്റെബിലിറ്റിയൊക്കെ. അതുതന്നെ ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്ത് രാജ്യങ്ങളൊക്കെ അത് മാനേജ് ചെയ്യണം. അപ്പോൾ KCB അതിനനുസരിച്ച് എന്താ പറയുക, സ്റ്റോറേജ് സിസ്റ്റംസും അങ്ങനെയൊക്കെ ആയിട്ട് ടെക്നോളജിക്കലി അഡ്വാൻസ് ആവുക എന്നുള്ളതാണ്. അല്ലാതെ സോളാറിനെ ഇപ്പം തന്നെ എന്താ പറയുക നിരുത്സാഹപ്പെടുത്താൻ, ലൈക്ക് ഇൻസെൻറ്റീവ്സ് കുറക്കാൻ സമയമായിട്ടില്ല. പിന്നെ ബാറ്ററി സിസ്റ്റംസും അങ്ങനെ ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസ്, ലൈക്ക് ബാറ്ററീസിനൊക്കെ ഇൻസെൻറ്റീവൈസ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ ആൾക്കാർക്ക് എനർജി ട്രേഡ് ചെയ്യാൻ. മീൻസ് ഇപ്പോൾ ചീപ്പായ സമയത്ത് ഇപ്പോൾ 10 പൈസ എന്ന് പറഞ്ഞില്ല നട്ടുച്ചയ്ക്ക്, ആ സമയത്ത് എനർജി വാങ്ങിയിട്ട് മറ്റേ സമയത്ത് വിൽക്കുക. അങ്ങനെ ആൾക്കാർക്ക് വീട്ടിലുള്ള ബാറ്ററി ഉപയോഗിച്ചിട്ടൊക്കെ വരുമാനം ഉണ്ടാക്കാനുള്ള സിസ്റ്റംസ് ഉണ്ടാക്കിയാൽ ഇപ്പോൾ KCBക്ക് തന്നെ ഫുൾ സ്റ്റോറേജ് സിസ്റ്റത്തിന് എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാതെ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അത് സോളാർ അങ്ങനെയാണ്. ഇപ്പോൾ ഏകദേശം 2 GW അടുത്ത് ഇൻസ്റ്റാൾഡ് സോളാർ ഉണ്ടെങ്കിലും KCB ഒക്കെ വളരെ കുറച്ച് ഓൺ ചെയ്യണുള്ളൂ. 1.5 GW ഓൺഡ് ബൈ ഇങ്ങനെ റൂഫ് ടോപ്പ് സോളേഴ്സിലൊക്കെയാണ് ഉള്ളത്. അങ്ങനെ അപ്പോൾ KCBൻ്റെ കാര്യം ഇങ്ങനെയാണ്. മീൻസ് ഡിഫറെൻറ്റ് ടൈമിൽ ഡിഫറെൻറ്റ് പ്രൈസ് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എക്കണോമിക് നഷ്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അവരിങ്ങനെ മാറ്റാൻ കാരണം. പക്ഷേ സോളാർ എന്താ പറയുക, നമ്മളിപ്പോഴും ഏർലി ഡേയ്സിലാണ്. 2 GW അടുത്ത് എത്തിയിട്ടുള്ളൂ കേരളത്തിൽ. നമ്മൾ കംപ്ലീറ്റ്ലി റിന്യൂവബിൾക്ക് മാറണമെങ്കിൽ ഒരുപാട് പോകേണ്ടതുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടെക്നോളജീസും വരണം. എസ്പെഷ്യലി ഇങ്ങനെ സോളാർ പോലത്തെ വേരിയബിൾ റിന്യൂവബിൾ എനർജി ആകുമ്പോൾ വേറെയും ഒരുപാട് ടെക്നോളജീസ് ഓവർ ദ ടൈം ഇൻവോൾവ് ആവാണ്ട്, എസ്പെഷ്യലി ബാറ്ററീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഇങ്ങനെയാണ് നമുക്ക് ഈ ഡിമാൻഡിനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. ദാറ്റ്സ് ഇറ്റ്. യാ.